നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാലത്തെ അപ്രമാദിത്വ ഭരണത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കുമൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള വിവിധ ക്രിമിനൽ സാമ്പത്തിക അഴിമതി കേസുകളിൽ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ നടപടികൾ ഇപ്പോൾ കടുപ്പിക്കുകയാണ്. പാവപ്പെട്ട സമുദായ അംഗങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന മൈക്രോ ഫിനാൻസ് കേസും വിശ്വസ്തനായിരുന്ന KK മഹേഷിൻ്റെ ദുരൂഹമായിട്ടുള്ള ആത്മഹത്യയും ഒന്നിനു പിറകെ ഒന്നായി വലിയ നിയമക്കുരുക്കുകളായി ഇപ്പോൾ മാറുമ്പോൾ വെള്ളാപ്പള്ളിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിരോധ കവചങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ ഉന്നത നേതൃത്വവുമായിട്ട് വ്യക്തിപരമായ സൗഹൃദം സ്ഥാപിച്ച് മുൻകാലങ്ങളിൽ തനിക്കെതിരെയുള്ള അന്വേഷണങ്ങളെയും വിജിലൻസ് നടപടികളെയും ഒക്കെ തന്നെ അതിവിദഗ്ധമായി അട്ടിമറിച്ചിരുന്ന വെള്ളാപ്പള്ളിക്ക് നിലവിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ഭരണം മാറിയതോടെ പഴയ ഫയലുകൾ ഓരോന്നായിട്ട് പൊടിതട്ടിയെടുക്കപ്പെടുമ്പോൾ പണ്ടൊക്കെ ആഡംബര കാറുകളിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണാധികാരികളുടെ ഒപ്പം സഞ്ചരിച്ച് അധികാരം കാട്ടിയിരുന്ന ജനാധിപത്യ വിരുദ്ധ ശൈലിക്ക് ഇനി അറുതിയാകുമെന്ന യാഥാർത്ഥ്യം വെള്ളാപ്പള്ളി തന്നെ ഇപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റിക്കുള്ളിൽ നിന്ന് പോലും വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളിപ്പറയണമെന്ന കടുത്ത സമ്മർദ്ദമുയരുന്നതും പ്രതിപക്ഷത്തുള്ള UDF പഴയ അഴിമതി കേസുകൾ ശക്തമായി വീണ്ടും കുത്തിപ്പൊക്കുന്നതുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പതനം പൂർണ്ണമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് വെറും 3% പലിശ നിരക്കിൽ അനുവദിച്ച കോടിക്കണക്കിന് രൂപയുടെ മൈക്രോ ഫിനാൻസ് വായ്പാ തുക യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് നൽകാതെ സ്വന്തം താല്പര്യപ്രകാരം വക മാറ്റി ചെലവഴിച്ചു എന്നതാണ് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റം. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ മുൻനിർത്തി അവരിൽ നിന്നും നിയമവിരുദ്ധമായി 12% ഉയർന്ന പലിശ ഈടാക്കി SNDP യോഗത്തിൻ്റെ തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി വൻ ചൂഷണം നടത്തിയെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. ഇതിലും ഭയാനകമായ രീതിയിൽ സംസ്ഥാനത്ത് ഒരിടത്തും നിലവിലില്ലാത്ത വ്യാജ സ്വയം സഹായ സംഘങ്ങളുടെയൊക്കെ തന്നെ പേരിൽ കൃത്രിമ രേഖകളും വ്യാജ ഒപ്പുകളും ചമച്ച് കോർപ്പറേഷനിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പകൾ തട്ടിയെടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ഒപ്പിട്ട് നൽകിയെന്ന ഗുരുതരമായിട്ടുള്ള ഡിജിറ്റൽ ശാസ്ത്രീയ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അന്വേഷണം വഴിമുട്ടിച്ചപ്പോൾ നിസ്സഹായരായിരുന്ന പൊതുസമൂഹം നിയമം ശക്തമായതോടെ വെള്ളാപ്പള്ളിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിവന്ന ഈ വൻ സാമ്പത്തിക തട്ടിപ്പുകളുടെയും സമുദായ അംഗങ്ങളെ പറ്റിച്ച് പണം സമ്പാദിക്കുന്ന ശൈലിയുടെയും ഞെട്ടിക്കുന്ന ആഭ്യന്തര വിവരങ്ങളാണ് ഇപ്പോൾ ഓർഗനൈസേഷനിലെ മുൻ ഭാരവാഹികളിൽ നിന്നുമൊക്കെ തന്നെ നിർണായക മൊഴികളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ കുട്ടനാട് യൂണിയൻ ഭാരവാഹിയായ PP മധുസൂദനൻ്റെ വെളിപ്പെടുത്തലുകളാണ്. 5 ലക്ഷം രൂപയുടെ ഔദ്യോഗിക മൈക്രോ ഫിനാൻസ് വായ്പ അനുവദിക്കുമ്പോൾ 10 ലക്ഷം രൂപയുടെ വ്യാജ അക്കൗണ്ട് രേഖകൾ ചമയ്ക്കണമെന്നും ബാങ്ക് അക്കൗണ്ടുകളിൽ കാണിക്കാതെ തുക തനിക്ക് നേരിട്ട് കള്ളപ്പണമായിട്ട് എത്തിക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിരുന്നതായിട്ട് ഇദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഈ കള്ളപ്പണ ഇടപാടുകളെയും അഴിമതികളെയും ചോദ്യം ചെയ്ത സമുദായത്തിലെ വിശ്വസ്തരായിട്ടുള്ള ഭാരവാഹികളെ അസഭ്യം പറയുകയും മാനസികമായി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ രീതി. ഇതിന് സമാനമായി മൈക്രോ ഫിനാൻസ് ഫണ്ടുകൾ സ്വന്തം വ്യക്തിഗത പേരിൽ വാങ്ങിക്കൂട്ടുന്നത് ഭാവിയിൽ വലിയ ജയിൽ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് തിരൂർ SNDP യൂണിയൻ മുൻ ഭാരവാഹിയായ വിജയകുമാർ തൻ്റെ പദവി രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. ഇത്തരത്തിൽ സ്വന്തം ആളുകൾ തന്നെ കൂറുമാറി സത്യമെല്ലാം വിളിച്ചു പറഞ്ഞതോടെ വെള്ളാപ്പള്ളി നടേശൻ നിയമത്തിന് മുന്നിൽ പൂർണ്ണമായി നിസ്സഹായനായി മാറുകയാണ്. തൻ്റെ സാമ്പത്തിക സാമ്രാജ്യവും അഴിമതികളും സംരക്ഷിക്കുന്നതിനായി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ക്രൂരതകളുടെയൊക്കെ തന്നെ ഏറ്റവും ഒടുവിലത്തെയും ഭയാനകവുമായിട്ടുള്ള ഇരയാണ് കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും സംസ്ഥാന മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന KK മഹേഷൻ. വെള്ളാപ്പള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൃത്യമായിട്ട് അറിയാമായിരുന്ന മഹേഷിനെ ഒടുവിൽ തട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ എല്ലാ കുറ്റവും തലയിൽ കെട്ടിവെച്ച് വേട്ടയാടാൻ തുടങ്ങിയതോടെയാണ് 2020 ജൂൺ 24 അദ്ദേഹം യൂണിയൻ ഓഫീസിൽ ജീവനൊടുക്കിയത്. പീഡനം താങ്ങാനാകാതെ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും തനിക്ക് സംഭവിച്ച ദുരന്തം നാളെ മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്ന മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പും കത്തുകളുമൊക്കെ അക്കാലത്ത് കേരള മനസാക്ഷിയെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരുന്നു. എന്നാൽ മരണവിവരം പുറത്തു വന്ന ആദ്യഘട്ടങ്ങളിൽ കേസ് വെറും ഒരു സാധാരണ ആത്മഹത്യയായിട്ട് ഒതുക്കി തീർക്കാനും അന്വേഷണം വെള്ളാപ്പള്ളിയിലേക്ക് എത്താതിരിക്കാനുമൊക്കെ അന്നത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഭരണകൂടത്തിൻ്റെ തണലിൽ വൻ ഒത്തുകളി നടത്തിയിരുന്നതായിട്ടും പരക്കെ ആക്ഷേപമുയർന്നു. ക്രൈംബ്രാഞ്ച് അട്ടിമറിച്ച ഈ കൊലപാതകത്തിന് സമാനമായ ആത്മഹത്യാ കേസ് വീണ്ടും സജീവമാകുന്നതും വെള്ളാപ്പള്ളി ഒന്നാം പ്രതിയാകുന്നതും മഹേഷിൻ്റെ കുടുംബം നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത ദീർഘകാല നിയമ പോരാട്ടത്തിൻ്റെയൊക്കെ തന്നെ ഫലമായാണ്. പോലീസിൻ്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ കോടതി അതീവ കടുത്ത ഭാഷയിൽ പോലീസിനെ വിമർശിക്കുകയും കേസ് അടിയന്തരമായി തന്നെ പുനരന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ കോടതി ഇടപെടലിനെ തുടർന്ന് 2022 നവംബർ 30 മാരാരിക്കുളം പോലീസ് കൃത്യമായ ക്രിമിനൽ വകുപ്പുകൾ, ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവ ചുമത്തി വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി പുതിയ FIR രജിസ്റ്റർ ചെയ്യുന്നത്.
ഈ FIRലെ ഞെട്ടിക്കുന്ന വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെ നിലവിൽ വെള്ളാപ്പള്ളിയെ നിയമത്തിന് മുന്നിൽ പൂർണ്ണമായിട്ടും കുടുക്കാൻ തക്ക ശേഷിയുള്ള ആയുധങ്ങളായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അന്വേഷണ സംഘം മുതിർന്ന ഭാരവാഹികളുടെയൊക്കെ മൊഴികളും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് രേഖകളും കൃത്യമായി പരിശോധിച്ച് ശാസ്ത്രീയ തെളിവുകൾ സഹിതം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ കേസിൻ്റെ അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയമായി പൂർണ്ണ ഒറ്റപ്പെടലിലാണ്. VM സുധീറിനെ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ കേസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ലെന്നും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ ജയിലിലടക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന് നേരിട്ട് കത്ത് നൽകിയിട്ടുണ്ട്. മുൻപ് ഭരണസ്വാധീനത്താൽ പൂഴ്ത്തിവെച്ച ഫയലുകളെല്ലാം നിലവിലെ സർക്കാർ കർശനമായി പൊടിതട്ടിയെടുക്കുമ്പോൾ തനിക്ക് രക്ഷപ്പെടാൻ വഴികളില്ലെന്ന് വെള്ളാപ്പള്ളി സ്വയം തിരിച്ചറിയുകയാണ്. സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരെയും സ്ത്രീകളെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തും ചോദ്യം ചെയ്ത വിശ്വസ്തരെയൊക്കെ മാനസികമായും ശാരീരികമായും തകർത്തും വെള്ളാപ്പള്ളി നടേശൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം തകരുന്നതിനും അദ്ദേഹം അഴിക്കുള്ളിലാകുന്നതിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും.